പത്തനംതിട്ട തണ്ണിത്തോട് മേക്കണ്ണിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ കരയിലെത്തിച്ച് കാടുകയറ്റി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ദൌത്യം വിജയിച്ചത്. റാന്നി ഡിഎഫ്ഒ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. പുലർച്ചെ 3 മണിയോടെയാണ് കാട്ടാന 18 അടി താഴ്ചയുള്ള കിണറ്റിൽ വീണത്. അമ്മയാനയ്ക്കൊപ്പം ജനവാസ മേഖലയിൽ ഇറങ്ങിയ 2.5 വയസ്സ് പ്രായമുള്ള കുട്ടിയാനയാണ് കിണറ്റിലകപ്പെട്ടത്. ശ്രമകരമായിരുന്നു രക്ഷാദൌത്യം. കിണറിന് സമാന്തരമായി JCB ഉപയോഗിച്ച് പാതയൊരുക്കി കുട്ടിയാനെ പുറത്തെത്തിച്ചു. പുറത്തെത്തിയ കാട്ടാന കൃഷിയിടത്തിലൂടെ ജനവാസ മേഖലയിലേക്ക് ഓടിയത് വീണ്ടും പരിഭ്രാന്തി പരത്തി. ഒടുവിൽ വനംവകുപ്പ് പടക്കം പൊട്ടിച്ച് ആനയെ കാട്ടിലേക്ക് കയറ്റി. ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് റാന്നി DFO N രാജേഷ് പറഞ്ഞു. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമം ഉണ്ടാകുമെന്നും വനംവകുപ്പ്. നമ്മളൊരു 250 മീറ്റർ ദൂരമാണ് വനാതിർത്തിയിൽ നിന്നും ഏകദേശം ഒരു 200-250 മീറ്റർ ദൂരത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. JCB ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഇത് ഇവിടെ കിണറിന്റെ സൈഡ് ഇടിച്ചിട്ട് കയറ്റിവിടുകയാണ്. പിന്നെ അത് ശരിക്കും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതേ ഉള്ളൂ. ഇത് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ സോളാർ ഫെൻസിങ് വർക്കിംഗ് ആയിരുന്നു, പക്ഷേ അത് പൊട്ടിച്ചിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും അത് റിപ്പയർ ചെയ്തിട്ട് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുട്ടിയാനയെ കാട് കയറ്റിയെങ്കിലും പ്രദേശവാസികളുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല. ഇതിനെ കൊണ്ടുപോകാൻ ആശ്വാസമല്ല, ഇത് നിത്യം ഇങ്ങനെ കയറുമല്ലോ എന്ന്. നിത്യം കയറുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അതുപോലുള്ള ബുദ്ധിമുട്ടാണ്. അത് മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ആന മാത്രമല്ല. കഴിഞ്ഞ കുറേ ദിവസമായി പ്രദേശത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ജില്ലയുടെ മലയോര മേഖലയിൽ ആനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.